ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇവിടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര ചൂടാ. മഴ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, നല്ല ചൂടാ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളാണ്. ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാണ്. എൻ്റെ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഉമ്മറത്ത് നിന്ന മാറ്റ് ഞാൻ കഴുകിയിട്ട് ഗേറ്റിൻ്റെ മുകളിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുണ്ടെങ്കിലും ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നമ്മുടെ ഉമ്മറത്ത് തന്നെ ഇടുകയാണ്. അപ്പോൾ അത് കൂടെ ശാന്തേച്ചി കൊണ്ടിട്ട് അപ്പോൾ എന്തോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ മാറ്റ് ഇട്ടു. പിന്നെ സാഷേനെ ഞാൻ കൂട്ടിലേക്കാക്കി. സാഷയ്ക്ക് എന്തോ വയ്യായുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സാഷ ഫുഡൊന്നും കഴിക്കുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സാഷയ്ക്ക്, കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാർപ്പായ ഉണ്ട്, അത് നമ്മൾക്ക് കിട്ടിയതാണ്. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ പരിപാടികളുടെ സമയത്ത് നമ്മൾ ടാർപ്പായ റെൻറ്റിന് എടുക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ അവിടെ ഇട്ടപ്പോൾ അത് ഉരുക്കി. അപ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ടാർപ്പായ നമ്മളിങ്ങോട്ട് മേടിച്ചു. അങ്ങനെയാണ് ആ ടാർപ്പായയുടെ കഥ. പിന്നെ ഞാനിത് മിറ്റടിക്കാനായിട്ട് ഞാൻ വൈകുന്നേരം മിറ്റടിക്കാറുള്ളൂ. ആദ്യമൊക്കെ രാവിലെ അടിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് രാവിലെ ഒന്നും അടിക്കാൻ മടിയാണ്. അതെന്താ വെച്ചാൽ മുന്നിൽ നമ്മുടെ കാടാണല്ലോ, അവിടുന്ന് ഈ കാറ്റിലും മഴയിലും ഒരു ലോഡ് ഇലയും സാധനങ്ങളും മുറ്റത്തേക്ക് വീഴും. അപ്പോൾ രാവിലെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് വീഴും. അപ്പോൾ ഞാൻ വൈകുന്നേരം അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മിറ്റടിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടുകയാണ്. ചിലപ്പോൾ ഞാൻ മിറ്റടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ത് ബ്രഷ് ഉണ്ടായി അടിക്കണത് എന്നത്. മിറ്റടിക്കാനുള്ള ബ്രഷ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ടൈലിൽ നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഈ ബ്രഷ്. മെറ്റലിൽ ഞാൻ മറ്റേ ടൈപ്പ് ചൂലാണ് യൂസ് ചെയ്യണത്. ഇങ്ങനെ എന്തായാലും പേര് പറയാമെന്ന് എനിക്കറിയില്ല. അതാവുമ്പോൾ ഇലകളൊക്കെ ഇങ്ങോട്ട് പൊക്കോളും. മെറ്റലിട്ടാലും ടൈലിട്ടാലും നമ്മുടെ ചുറ്റോറും കുറേ മരങ്ങളുള്ള കാരണം ഒരുപാട് ഇലയും സാധനങ്ങളും വീഴുട്ടാ. ഭയങ്കര പാടാണ്. ഒന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും മനുഷ്യൻ്റെ പാടിളകും. അങ്ങനെ നമ്മുടെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് ഒരു വലിയൊരു ബാസ്ക്കറ്റ് കൊടുത്തിട്ട് അതിൽ വാരിയിട്ടിട്ട് കത്തിക്കണോടത്ത് കൊണ്ടിടുക ചെയ്യുക കേട്ടോ. ചിലപ്പോൾ വല്ല ചെടികൾക്ക് ഇടും. അപ്പോഴാണ് ഏട്ടന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് സജീവേട്ടൻ 2 ടൈപ്പ് ഐറ്റത്തിൻ്റെ സാമ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചു കൂട്ടാ. കയറണില്ല എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ അപ്പോൾ ഞാനത് മേടിച്ച് അകത്ത് കൊണ്ടുവച്ചു. ഇനി നമ്മുടെ ഈ സൈഡിലുണ്ടല്ലോ, അവിടെ നമ്മൾ ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും മഴയത്ത് അതൊക്കെ ഒലിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടാണ് മറ്റേ ആ അഗ്ലോണിമ എന്നല്ലേ ഇതിൽ പറയുക, അതിനെ തോന്നുന്നു, അതവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വെച്ചാൽ പോലും ഈ ഒഴുകി വരുന്ന ഇലയും കരടും ഒക്കെ അവിടെ ഇങ്ങനെ തടഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ കിടക്കുന്നുണ്ട്. ഈ മഴയത്ത് വീണതൊക്കെ അങ്ങോട്ട് പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. തെങ്ങ് കയറാനായേക്കണു. പക്ഷേ ഇനിയിപ്പോൾ അയാൾക്ക് എന്തോ വൈകായിട്ടിരിക്കുക, അങ്ങനൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടേ നടക്കുള്ളൂ കേട്ടോ. ഞാനിനി 1 മാസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പഞ്ചായത്തിനല്ലല്ലോ, കൃഷിഭവനിൽ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചേന, ഇഞ്ചി, അങ്ങനെ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇനി ഉണങ്ങിയിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ട് അത് മുകളിൽ കൊണ്ടൊക്കെ കേട്ടാ. അങ്ങനെ ഞാൻ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്നു കേട്ടോ. ഓൾറെഡി ഞാൻ മേഖലയിലേക്ക് കഴിഞ്ഞേക്കണു. അങ്ങനെ എൻ്റെ മിറ്റടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ വന്നു. ആകെ വേർത്ത് വെള്ളമായിട്ടാണ്. വീടിന് ചുറ്റും ഇങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും ഈ നിലയ്ക്കാവും. അപ്പം ഇനി എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റോറും ബേബി മെറ്റലൊക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പോവുകയാണ്, ഒലിച്ചൊലിച്ച് പോവുകയാണ്. അപ്പം ഞാൻ ഈ അടീനിയം ഞാനിവിടെ ഇങ്ങനെ ലൈനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഐഡിയ കിട്ടി. നമ്മുടെ കടലാസ് ബോഗൈൻവില്ല ഉണ്ടല്ലോ, അത് അവിടെ ആ ലൈനിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അവിടെയുള്ള ബോഗൈൻവില്ലയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്നിട്ട് ഇത് നമുക്ക് തണലിൽ എവിടെയെങ്കിലും വെക്കാം. ഇതിനങ്ങനെ മഴ കൊള്ളാൻ പാടില്ലല്ലോ.
അങ്ങനെ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മുടെ ബോഗെയിൻ വില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു തിണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റോളം വെച്ചേക്കുമായിരുന്നു കേട്ടോ, കാറ് പാർക്ക് ചെയ്യണതിൻ്റെ അവിടെ. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് അങ്ങോട്ട് വെക്കാനാണ് പ്ലാൻ. പക്ഷേ ചട്ടികളൊക്കെ ഭയങ്കര വലിയ ചട്ടികളായ കാരണം ഞാൻ ജസ്റ്റ് അവിടെ ഇറക്കി വെച്ചുള്ളൂ. പരിപാടി ക്യാൻസൽഡ്. നാളെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മടിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നാളെ ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ നിലത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സന്ധ്യ ആയേക്കണു അപ്പോഴേക്കും. അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മുടെ കർട്ടനൊക്കെ താഴ്ത്തിയിട്ടതിന് ശേഷം 6:30 ആകുമ്പോൾ നമ്മൾ വിളക്കൊളുത്തും. 6:30 ഹനുമാൻ ചാലീസയും പിന്നെ ലളിതാ സഹസ്രനാമമൊക്കെ നമ്മൾ ഉറക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടികൾ നോക്കുകയാണ്. അമ്മു അച്ഛമ്മയുടെ അവിടെ പോയേക്കാണ്, അപ്പു ട്യൂഷന് പോയേക്കാണ്. അപ്പം ട്യൂഷനൊക്കെ തുടങ്ങി മെയ്യിൽ കേട്ടോ. 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ഫെബ്രുവരി മാർച്ച് വരെ ഉണ്ടായിരുന്നു, പിന്നെ ഓഫാണ്. പിന്നെ ഇപ്പോൾ ജൂണിൽ തന്നെ ആയിരിക്കും ക്ലാസ്സൊക്കെ തുടങ്ങുക. അപ്പം ഞാൻ നാമം വെച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി അടുത്ത പണി നോക്കുകയാണ്. ഇന്ന് രാവിലെ സാമ്പാറായിരുന്നു, ചോറും സാമ്പാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് ചമ്മന്തിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോരും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഊണ് അങ്ങനെയാക്കാം എന്ന് വിചാരിച്ചു. ചമ്മന്തി ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേ എന്നുള്ളത് ഒരു സീക്രട്ടാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതുകൊണ്ട് അച്ചാറും ഒക്കെ ഉണ്ടാക്കാം. ജാതിക്ക എന്ന് കേട്ടിട്ടില്ലേ, ജാതിക്ക. അപ്പോൾ അതിൻ്റെ തൊണ്ടുകൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ. അപ്പോൾ ഞാൻ ഈ TV-യിൽ ഈ നാമൊക്കെ വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് അടുത്ത പണി നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് ജാതിക്ക പൊട്ടിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ ചുറ്റോറും ജാതി മരങ്ങളുള്ളതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. ഞാനിവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ജാതിക്കൊണ്ട് അച്ചാറും അതുപോലെ ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ടോ, വയറിന് അസലായിട്ട് ഉപകാരം ചെയ്യണതാണ്. നമുക്ക് നെഞ്ചരിച്ചിലോ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ജാതിക്ക വെച്ചിട്ട് അച്ചാർ അതുപോലെ തന്നെ ചമ്മന്തി അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്കാണെങ്കിൽ നമ്മുടെ സാക്ഷിക്കുട്ടീനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. അവൾക്ക് എന്തൊക്കെയോ വയ്യായുണ്ട്. നമ്മളിപ്പോൾ സ്കാനിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് എക്കോ ചെയ്യാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് ബീറ്റ് ഇത്തിരി കൂടുതലാണ്, പിന്നെ നീർക്കെട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മുടെ ജാതിക്കയുടെ തൊണ്ട്, പിന്നെ നാളികേരം. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. ഇപ്പം ഞാൻ ഇതിൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ജാതിക്കയുടെ തൊണ്ട് പൊളിച്ച് കഴിഞ്ഞാൽ പാകമായിട്ടുള്ള ജാതിയാണ് കേട്ടത്. ജാതിപത്രിക്ക് ഭയങ്കര വിലയാണ്, ജാതിക്കയ്ക്ക് നല്ല വില ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് മണിക്കുള്ള പരിപാടിയും കൂടിയാണ്. എനിക്ക് ജാതിക്കും അടയ്ക്കൊക്കെ കുറച്ചൊക്കെ നമ്മുടെ പറമ്പിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ എനിക്ക് ഇതൊന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ. അപ്പോൾ ജാതിപത്രിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ബിരിയാണി മസാലയിലൊക്കെ ജാതിപത്രിയൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഇത്. ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും ഇതില്ല കേട്ടോ, പുന്നൂർപ്പുറം ഭാഗത്തേക്കൊന്നും ഇല്ല. ഈ ഭാഗത്തേക്കാണ് ഈ ജാതി, കൊടംപുളി, അതുപോലെ തന്നെ പിന്നെന്താ അതൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാനിന്ന് ഈ വീഡിയോയിൽ അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പപ്പായ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. ഇവിടെ അനിയൻ്റെ മോള് സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.